അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് ഷമ്മാസ് വീട്ടിലെത്തിയപ്പോൾ ഉമ്മയുടെ അടുക്കൽ പോയിരുന്നു. ഉമ്മ, നാളെ നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോയാലോ? എങ്ങോട്ട്? അല്ലേ, ഉമ്മ എൻ്റെ കൂടെ വന്നിട്ടിപ്പോൾ കുറേ ദിവസമായില്ലേ. ഷോപ്പിലേക്ക് അന്ന് വരാമെന്ന് പറഞ്ഞിട്ട് വന്നതുമില്ലല്ലോ. ഇനിയിപ്പോൾ അതൊന്നും നടക്കും തോന്നുന്നില്ല മോനെ. അതെന്തോ ഉമ്മ? ഒന്നുമില്ല, അതൊക്കെ പിന്നാക്കിനി. ഉമ്മ, കുറേ ദിവസമായി എൻ്റെ സ്റ്റാഫൊക്കെ ചോദിക്കുന്നുണ്ട് ഉമ്മയെ. എന്താ ഷമ്മാസ്ക ഉമ്മ വരുമെന്ന് പറഞ്ഞിട്ടിപ്പോൾ വരാത്തതെന്നൊക്കെ. മോനെ, ഇനിയിപ്പോൾ അത് നടക്കൂല, ഇനി കുറച്ച് കഴിയട്ടെ, അല്ലാതെ ഇപ്പം എന്താ? അതെന്താ ഉമ്മ? മറ്റേത് നിങ്ങൾ അങ്ങനെയല്ലായിരുന്നല്ലോ. ഞാൻ പറഞ്ഞാൽ എൻ്റെ കൂടെ വരുന്നല്ലോ എപ്പോഴും. മോനെ, അതൊക്കെ ശരിയാണ്. അന്ന് ഞാനും ഈ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫൈസലും പെണ്ണുങ്ങളും ഏതെങ്കിലും വഴിക്ക് പോവും. പിന്നെ നമ്മൾ ഒറ്റയ്ക്കല്ലേ. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇതാ പെര നിറച്ച ആളാണ്. അപ്പോൾ അതിനെന്താ ഉമ്മ, എൻ്റെ കൂടെ പോരുന്നതിന് എന്തിനാ ഉമ്മ അവരെ പേടിക്കുന്നത്? പേടിക്കൊന്നുമല്ല മോനെ, അവർ പോയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഇനി വരാം, അതായിരിക്കും നല്ലത്. അതല്ല, ഉമ്മ എന്തോ ഭയക്കുന്നുണ്ട്, അതെനിക്കറിയാം. എന്താണ് എൻ്റെ ഉമ്മ ഭയക്കുന്നത്? എന്തിനെ കുറിച്ചാണ്? നിങ്ങളോട് അവരെന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഇല്ല മോനെ, എന്ത് പറയാന്. നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ. ഉമ്മയുടെ വാക്ക് കേട്ട് ഷമ്മാസ് അകത്തേക്ക് പോയി. അവന് സങ്കടമായി ശരിക്കും. അല്ലെങ്കിൽ ഉമ്മ അങ്ങനെയല്ലായിരുന്നു. ഈ ഒരു ടൈമിന് എൻ്റെ ഉമ്മയെ കൊണ്ടുപോയാൽ ഒരു പക്ഷേ ഞാൻ സ്നേഹിക്കുന്ന ആ ഹിജാബിയുടെ എക്സാം കഴിയുന്നതിന് മുമ്പായിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവളെ ഉമ്മാക്കൊന്ന് കാണാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഷിഫയോടൊന്ന് പറഞ്ഞ് ഒന്ന് പരിചയപ്പെടുത്താമായിരുന്നു എന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും അവളൊരു രണ്ടാം കെട്ടുകാരിയാണെങ്കിലും എൻ്റെ ഉമ്മാക്ക് അവളെ ഇഷ്ടപ്പെടും എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം അവളുടെ അച്ചടക്കവും ആ ഒരു വസ്ത്രധാരണവും അവളുടെ സ്വഭാവവും എല്ലാം കൂടി കണ്ടാലേ എൻ്റെ ഉമ്മ അവളെ സ്വീകരിക്കും, അതെനിക്കറിയാം. പക്ഷേ ഉമ്മ വരുന്നില്ല. അവരെന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും. ആ സമയം ഉമ്മയുടെ മനസ്സിൽ ഇതായിരുന്നു, പാവം എൻ്റെ ഷാമോൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ പോകാൻ പറ്റിയൊരു സിറ്റുവേഷനും അല്ല ഇപ്പോൾ. അവരെന്തൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും കൂടി വന്ന് എന്നോട് പറയണത്. നിങ്ങൾ നല്ലോണം ഓനെ പോറ്റി വളർത്തിയില്ലേ പുന്നാര മോനെ, ഇപ്പം കണ്ടില്ലേ ഞങ്ങളാരും ഇങ്ങനെ ചെയ്തിക്കണോ എന്നൊക്കെയാണ് അവരൊക്കെ പറയണത്. ഫൈസൽ വരെ എൻ്റെ നേർക്ക് എടുക്കുക. എന്താ ഇപ്പോൾ ഞാനൊരു പെണ്ണ് കെട്ടി വേറൊരു രണ്ടാം പെണ്ണിനെ കെട്ടിപ്പോത്തിന് എന്തായിരുന്നു ഇവിടെ ബദർ. എന്തൊക്കെയായിരുന്നോ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഒരു കുഴപ്പമില്ല അമ്മക്ക്. ഇപ്പോൾ ഇതാ പുന്നാര മോന് ഫസ്റ്റ് കെട്ടുണ്ടെന്നെ രണ്ടാം കെട്ടുകാരിയെ. നാണല്ലല്ലോ എനിക്ക്. ഉമ്മ അതിനെ സമ്മതിക്കുമല്ലോ. നിങ്ങൾ കൂട്ട് നിന്നിട്ടാണ് ഓൻ ഇതിനൊക്കെ നിൽക്കുന്നത്. എല്ലാത്തിനും ഷാമോൻ പറഞ്ഞതല്ലേ ശരി. ഷാമോനെ കണ്ടുപിടിക്കണം. ഷാമോൻ കണ്ടില്ലേ, അങ്ങനല്ലേ എപ്പോഴും നിങ്ങളെ ഓനെ വളർത്തിയിട്ടുള്ളത്. കുറച്ച് കൊഞ്ചിക്കൽ കുറച്ച് കുറക്കണം. ഞങ്ങളോട് നിങ്ങൾക്ക് അത്ര സ്നേഹമില്ലല്ലോ. ഇപ്പോൾ കണ്ടില്ലേ, ഇതാ ഉമ്മാൻ്റെ പൊന്നാര മകന് അതാ ഒരു രണ്ടാം കെട്ടുകാരിയെ കൊണ്ടുവരാൻ വേണ്ടി നിൽക്കണേ. ഫൈസലേ, ഈ മിണ്ടണ്ട. എൻ്റെ കുട്ടിക്കറിയാം എങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ. കണ്ടില്ലേ എപ്പോഴും ഓൻ്റെ ഭാഗത്ത് നിൽക്കുള്ളൂ. ഇല്ല, ഇനി ഞാൻ ഒന്നും പറയണില്ല എൻ്റെ മോനെ പറ്റി. ഓന് എൻ്റെ എല്ലാ ഇഷ്ടങ്ങൾക്കും നിൽക്കണ ആളാണ്. അതാണ് എനിക്ക് ഓനോടൊരു കൂടുതലായിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം നിങ്ങളെല്ലാ ഇഷ്ടത്തിന് നിന്നല്ലോ ഓനെ. ഇപ്പോൾ ഇതാ ഇമ്മ ഒരു ഭാഗത്ത് കൂടെ കല്യാണാന്വേഷണം വേറെ, മകനെപ്പോഴേക്കും രണ്ടാം കെട്ടുകാരിയെ സെറ്റാക്കി വെച്ചുക. ഇതാണിപ്പോൾ സ്നേഹം. ഇതാണിപ്പോൾ ഉമ്മ പറഞ്ഞതനുസരിക്കണം മോന്. അപ്പോഴേക്കും നവാസും ഭാര്യയും ഇറങ്ങി വന്നു. എന്താ പ്രശ്നം? ഒന്നുമില്ല. പൊന്നാരനിയൻ്റെ ഓരോ കാട്ടിക്കൂട്ടുകൾ കണ്ടിട്ടെന്നെ പറഞ്ഞു കൊടുക്കി ഫൈസലേ. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഓന് ഉമ്മാക്കനുസരിച്ച് അങ്ങനെ നിന്ന് ഇപ്പം ഉമ്മാനെ സോപ്പിട്ട് കൂടി എന്തൊക്കെയോ കാട്ടാനുള്ള പരിപാടിയൊക്കെ ഉണ്ടാവും. ഇനി വിടരുത് ഓൻ്റെ കൂടെ ഉമ്മാനെ, അതാ വേണ്ടത്. അങ്ങനെ വിട്ട് കഴിഞ്ഞാലേ ഓലോല ഇഷ്ടം പോലെ ഓരോ പ്ലാനിങ് ഒക്കെ അങ്ങനെ നടത്തും. ഇപ്പോൾ കണ്ടില്ലേ, ഒന്ന് കെട്ടിച്ചോളണല്ലോ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടിരുന്നത്. ഓൻ ആദ്യമായിട്ട് കെട്ടണത് എന്താന്നില്ലേ. നവാസ് പറഞ്ഞു, ഫസീല ഈ മിണ്ടണ്ട. ഓന് അങ്ങനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിപ്പോൾ നടത്തണേനിപ്പോൾ എന്താ. ഇവിടെ ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ നടന്നത്. നവാസ് അങ്ങനെയാണ് പറഞ്ഞത്. അതേ, നിങ്ങളെ പൊന്നാര അനുജന് നിങ്ങൾ വല്ലാതെ വളം വെച്ച് കൊടുക്കണ്ട. അതെ, ഇത് ജീവിതമാണ് കഥ. പിന്നെ അങ്ങനെയൊക്കെ ഇങ്ങോട്ട് കെട്ടിക്കൊടുന്നിട്ട് ആൾക്കാരോട് പറയുമ്പോഴൊരു മോശമില്ലേ. അതുപോലെ എങ്ങനത്തെ സൈസ് ആർക്കറിയാം.
ഇപ്പോൾ ഫൈസൽ അങ്ങനെ കാട്ടി തന്നിട്ട് ആകെ എന്തൊക്കെയോ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇതാ അതിനും മേലെ ഒന്നുമില്ലെങ്കിൽ ആൾക്കാരിത് കാണൂലേ, നാട്ടുകാരിതൊക്കെ അറിയുമ്പോൾ എന്തേക്കാരം അതിനെക്കുറിച്ച് പറയാം. കല്യാണത്തിന് നിന്ന് പറഞ്ഞു വന്നതാണ്, ഇപ്പോൾ കണ്ടില്ലേ, ഇനിയിപ്പോൾ എൻ്റെ പെരക്കാരും ഒക്കെ അറിയുമ്പോൾ അത് ശരി അവിടുത്തെ ചെറിയ മോൻ പെണ്ണിട്ടാണോ, രണ്ടാം കെട്ടുകാരിയാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്കാണ് എൻ്റെ നാണക്കേടേ. നവാസ്ക, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, അങ്ങനെ ഒരു കല്യാണം ഈ വീട്ടിലുണ്ടാണെങ്കിൽ ഞാൻ കൂടൂല കേട്ടോ, ഞാൻ എൻ്റെ കുടുംബക്കാരും കൂടൂല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം. പിന്നെ എന്നാണ് സൗദിക്ക് പോകണത് അപ്പാണ്ട് വരണ്ട്, അല്ലാതെ ഇവിടെ അങ്ങനത്തെ ഓരോ കല്യാണത്തിനൊന്നും ഞാൻ ഇല്ല. നവാസിൻ്റെ ഭാര്യ ദേഷ്യം പിടിച്ച് മുകളിലേക്ക് കയറിപ്പോയി, പിന്നാലെ നവാസും. അപ്പോഴേക്കും ഫൈസൽ, ആർക്കും ഇഷ്ടമില്ലാത്ത ഈ ഒരു കല്യാണത്തിന് എന്തിനാ അമ്മ നിങ്ങൾ നിൽക്കണത്, ഞങ്ങൾക്ക് ആർക്കും ഒട്ടും താല്പര്യമില്ല, പിന്നെ നിങ്ങളെന്താ ഇത്രയും ആളുകൾ അതിന് സപ്പോർട്ട് ചെയ്യണില്ല, ഓൻ മാത്രം ഒരു കാര്യം പറഞ്ഞെന്ന് വിചാരിച്ചിട്ട്. എൻ്റെ കുട്ടി ആദ്യമായിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞതാണ്, അത് നിങ്ങളെ കുട്ടി അങ്ങനെ ആദ്യമായിട്ടും രണ്ടാമതൊക്കെ ആയിട്ട് പറയും, നിങ്ങൾ അതൊക്കെയാണ് സാധിപ്പിച്ച് കൊടുത്തോളേ, അതായിരിക്കും നല്ലത്. എന്നാൽ പിന്നെ ഞങ്ങളൊന്നൊരു കാര്യത്തിന് നിങ്ങൾ നോക്കരുത് കേട്ടോ. ഫൈസലും ദേഷ്യം പിടിച്ച് കയറിപ്പോയി. അപ്പോഴേക്കും നവാസിൻ്റെ ഭാര്യ അതാ ഫൈസലിൻ്റെ ഭാര്യയോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ വിട്ടാൽ പറ്റൂല, എല്ലാവരും ഓനെ എപ്പോഴും നല്ലതാക്കി പറയലാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ് ഓനെ ഇങ്ങനെയാണ്, നമ്മളെ മാപ്പിളാർക്കൊന്നും അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലാത്തതേപോലെയാണ്. ഓനക്ക് പ്രത്യേക ഒരു സ്ഥാനം, ഓനക്ക് അധികം ഒരു കാട്ടിക്കൂട്ടലും അങ്ങനെയൊക്കെയാണ്. ഉമ്മാക്ക് പ്രത്യേകമായിട്ടാണോ ഷാമോനോട് സ്നേഹം. ഇപ്പോൾ കണ്ടില്ലേ ഓൻ കാട്ടണത്. അങ്ങനെ നിൽക്കട്ടെ, രണ്ടാളും തമ്മിൽ തെറ്റണം, അതാണ് വേണ്ടത്. ഒരിക്കലും സമ്മതിച്ചു കൊടുക്കരുത് ഓൻ്റെ ഈ ചെറ്റത്തരത്തിന്. എന്താന്നില്ലേ, ചെറിയ മോനാണിച്ചിട്ട് കൂടുതൽ കൊഞ്ചിച്ച് വഷളാക്കി ഓൻ്റെ ഇഷ്ടം പോലെ. എന്താണ് സുബഹിക്ക് പള്ളിക്ക് പോലും, തഹജ്ജുദ് നിസ്കരിക്കലും 5 വക്ത് നിസ്കരിക്കലും, ഖുർആനും ഉമ്മാനെ നോക്കലും ഹിജാബ് ഇടിയിപ്പിക്കലും. എന്തൊരു ദീനിയായ മോനാണ്. മലേഷ്യയിൽ നിന്ന് വന്നപ്പോൾ തന്നെ അങ്ങനെ തന്നെയാണെന്നാണ് പറഞ്ഞത്. എന്നാൽ പിന്നെ ഓനക്ക് അവിടെ നിന്ന് തന്നെ കെട്ടിക്കൊടുന്നാൽ പോരേനോ. ഇപ്പോൾ അത് ഇവിടെ വന്നിട്ട് ഏതൊരു പെണ്ണിനെ കണ്ടിട്ട് നാണല്ലല്ലോ എനിക്ക്. അവർ പിന്നീട് താഴേക്ക് ഇറങ്ങി വന്ന് പറഞ്ഞു, ഉമ്മ നിങ്ങളെങ്ങാനും ഈ ഒരു കല്യാണത്തിന് കൂട്ട് നിൽക്കുകയാണെങ്കിലേ പിന്നെ ഞങ്ങളാരും ഇവിടെ നിൽക്കൂലട്ടെ, ഞങ്ങൾ എവിടേക്കെങ്കിലും പോയിക്കോളൂ, നിങ്ങൾ ഇഷ്ടം പോലൊക്കെ ചെയ്തോളൂ, നിങ്ങൾക്ക് അങ്ങനെ ഒരു മക്കളില്ലാന്ന് തന്നെ വിചാരിച്ചോണ്ടി. ഞങ്ങളൊക്കെ ഇങ്ങനെ ഭരിക്കാൻ വരുന്നുണ്ടല്ലോ നിസ്കരിക്കാത്തതിൻ്റെ പേരിലും അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഓൻ്റെ ഭാഗത്തുള്ള തെറ്റുകൾക്കൊന്നും നിങ്ങൾ ന്യായീകരിക്കണില്ല. ഉമ്മാനോട് എന്തൊക്കെയൊരു സമരം ചെയ്യുന്ന പോലെയാണ് അവരുടെ സംസാരങ്ങൾ. അതെല്ലാം ഉമ്മ ഓർത്തു. പിന്നെ എങ്ങനെ ഞാൻ ഷാമോൻ്റെ കൂടെ പോവും, അവരൊക്കെ എന്നെ തെറ്റിദ്ധരിച്ച് വെച്ചേക്കാണ് എന്തൊക്കെയോ. പാവം എൻ്റെ കുട്ടി. അല്ലാ, ഏത് കുട്ടിയായിരിക്കും അവൻ്റെ മനസ്സിൽ. അവനൊന്നും എന്നോട് ആവശ്യപ്പെടാറില്ല അങ്ങനെ ഇങ്ങനെയൊന്നും, പക്ഷേ ആവശ്യപ്പെടുന്നത് നല്ലത് ആവശ്യപ്പെടുള്ളൂ. ഇതുവരെ അങ്ങനെ തന്നെയാണ്. അവനില്ലാത്ത സമയം എല്ലാവരും കൂടി എൻ്റെ നേർക്ക് എടുക്കുകയാണ്, എന്നെ വന്ന് ചീത്ത പറയണ പോലെയാണ്. അത് എൻ്റെ മക്കൾ മാത്രമല്ല മരുമക്കളടക്കം. നവാസ് കുറച്ച് പാവാണെങ്കിലും നവാസിൻ്റെ പെണ്ണുങ്ങൾ അത് ഭയങ്കര ഒരു സാധനമായിട്ടുണ്ട് ഇപ്പോൾ. അതുമല്ല, പക്ഷേ ഓനക്കൊരു കുഴപ്പമുണ്ട്. ഓൻ്റെ പെണ്ണുങ്ങൾ ടെൻഷനായി എന്ത് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്താൽ പിന്നെ ഓനക്ക് പേടിയാണ്, പിന്നെ ഓളെ വയറ്റിലങ്ങോട്ട് പോവും. അങ്ങനെയുണ്ട്. പഠിച്ചോനെ, ഞാൻ എന്ത് ചെയ്യാം. എൻ്റെ ഷാമോനും വിഷമത്തിൽ, ഞാനും വിഷമത്തിൽ. എൻ്റെ കുട്ടീൻ്റെ മനസ്സിൽ റബ്ബേ ഏത് പെണ്ണാണ് കുടുങ്ങിയത് എനിക്കറിയില്ല. അല്ലെങ്കിൽ വേറൊരു കല്യാണം നോക്കി വേഗം കെട്ടിച്ചാൽ മതിയായിരുന്നു. ഉമ്മ ഷാമോൻ്റെ റൂമിലേക്ക് പോകുന്നു. മോനെ. ഉമ്മ. മോനെ നീ ഉറങ്ങിയോടാ? ഉമ്മ ഷാമോൻ്റെ ബെഡിലിരുന്നു. ഇല്ല ഉമ്മ. മോനെ, എൻ്റെ മോനെ പറഞ്ഞത് എൻ്റെ കുട്ടിക്കത് ഒഴിവാക്കാൻ പറ്റുമോ? ഉമ്മ. അതെന്താ? അതിന് ഞാൻ അവളെ കല്യാണമൊന്നും കഴിച്ചില്ലല്ലോ, പിന്നെന്താ അങ്ങനെ പറയുന്നത്? അതെന്തുമ്മ, ഉമ്മക്ക് എന്ത് പറ്റി? മോനെ, ഈ വീട്ടിലെല്ലാവരും എന്നോട് ഭയങ്കര ദേഷ്യത്തിലാണ്, എന്നെ പഠിപ്പിക്കും ഇപ്പോൾ. അങ്ങനെയാണ് നീ പോയി കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ നേർക്കാണ്. നിങ്ങളെപ്പോഴും ഷാമോനെ വല്ലാതെ കൊഞ്ചിക്കും, അവൻ്റെ ഇഷ്ടത്തിന് കൂട്ടു നിൽക്കും. ഇപ്പം കണ്ടില്ലേ, അങ്ങനെ വേണം, അങ്ങനെയാണ് എങ്ങനെയാണ്, ഏത് പെണ്ണാന്നാവും രണ്ടാം കെട്ടുകാരി, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അവരൊരുപാട് എന്നെ വേദനിപ്പിക്കുന്നുണ്ട് മോനെ. ഞാൻ എന്ത് പറയാനാ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ എല്ലാ മക്കളും ഒരുപോലെയാണ്. പക്ഷേ നിൻ്റെ സ്വഭാവത്തിലെ കുറച്ച് വ്യത്യാസം അവരെക്കാളും ഉണ്ടായതുകൊണ്ട് അതാണ് നിന്നോടുള്ള പെരുമാറ്റം. അങ്ങനെ എല്ലാ മക്കളും ഒരുപോലെ തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ നീ എന്നെ അങ്ങനെ കൊണ്ട് നടക്കുന്നതുകൊണ്ട് മാത്രമാണെടാ നിന്നോട് എനിക്ക് കൂടുതലായിട്ട്
ഉമ്മ, ഞാൻ പറഞ്ഞിട്ടില്ലേ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. മോനെ, പ്രാർത്ഥനയൊക്കെ അങ്ങനെ തന്നെ. പക്ഷെ ഓലൊന്നും എൻ്റെ അടുത്തൊന്ന് വന്നിരിക്കേ നല്ല രീതിയിൽ സംസാരിക്കേ അങ്ങനെയൊന്നും ചെയ്യൂലല്ലോ. ഓലൊക്കെ ഓല പെണ്ണുങ്ങളൊപ്പമല്ലേ. അതിനിപ്പോൾ എൻ്റെ കുട്ടീനല്ലേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഉമ്മ, സാരല്ല, ഒക്കെ ശരിയാവും. എൻ്റെ മോനെ പറ്റുകയാണെങ്കിൽ ഉമ്മാക്ക് വേണ്ടി ആ പെണ്ണിനെ ഒന്ന് ഉപേക്ഷിക്കാമോ? നമുക്ക് വേറെ നല്ലത് നോക്കാം. ഇവരൊക്കെ പറയണത് ഞങ്ങൾ ഒന്നിലും കൂടൂല, ഒരു പരിപാടിക്കും കൂടൂല, കല്യാണത്തിന് കൂടൂല എന്നൊക്കെയാണ്. നവാസിൻ്റെ പെണ്ണുങ്ങൾക്ക് ഒന്നാമത് ദേഷ്യം മറ്റൊന്നുമല്ല. ആങ്ങൾക്കൊരു കുട്ടിയുണ്ട്. ആദ്യം അത് പറഞ്ഞിരുന്നു, ഷാമോനെ കൊണ്ട് കെട്ടിക്കണം എന്നൊക്കെ. ആദ്യമേ മനസ്സിലതുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതൊന്നും ഒരിക്കലും വിചാരിക്കൂലല്ലോ. ആ പെണ്ണെന്താ പഠിക്കേ എന്തൊക്കെ പറഞ്ഞു. എന്നോട് അതിനെക്കുറിച്ച് കാര്യങ്ങൾ നാളോട് പറഞ്ഞിരുന്നു. ഞാൻ എൻ്റെ ഇളച്ചനെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പിച്ച് വെച്ചതാണ്. അങ്ങനെ ഓനെല്ലാം കൊണ്ട് നല്ലതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. എന്നോടും ആ കാര്യം പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലേനു മോനെ. എനിക്ക് അതിനോട് തീരെ എന്താണെന്ന് വെച്ചാൽ അത് അവളൊക്കെ പോലെ തന്നെ ഭയങ്കര ഫാഷനാണ്, ഫാഷൻ്റെ ആൾക്കാരാണ്. ഒരു തട്ടം പോലും ശരിക്കിടൂല. പിന്നെ അല്ല, കുറ്റം പറയല്ല കേട്ടോ, എൻ്റെ കുട്ടിക്ക് അങ്ങനത്തെ അല്ലല്ലോ എൻ്റെ കുട്ടീൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഓൾക്ക് ദേഷ്യം. ഓനക്ക് അത്ര ഒന്നുമില്ല, ഓന് എന്തായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവളെ പേടിച്ച് നിൽക്കണം ഓന്. ഓളെന്താ പറയണേ അതിനനുസരിച്ചാണ് ഓന്, അതിൻ്റെ അപ്പുറമില്ല. എൻ്റെ ഫോട്ടോ വരെ അയച്ചെടുത്തേക്കണ് അങ്ങോട്ട്, ഇതാണ് പുതിയാപ്പിള എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് ഓൾക്ക് ഇത്ര അധികം ദേഷ്യം ഇതിനോട്. ഉമ്മ, അപ്പോൾ ഫസീലത്താൻ്റെ ആങ്ങളൻ്റെ മോളെ കെട്ടണം എന്നാണോ പറയുന്നത് അവർ? അതേ മോനെ, അത് ഷാമോനെ ഓളെക്കൊണ്ട് കെട്ടിക്കണമെന്ന് ഇങ്ങനെ പറയുമായിരുന്നു അത്രേ. അത് ഇവൻ പറഞ്ഞതാണ് നവാസ്, എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നോ. ഗൾഫിൽ നിന്ന് തന്നെ പറയും. എൻ്റെ ഫോട്ടോ എന്തൊക്കെ അയച്ചു കൊടുത്തേക്കണമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിന്. പിന്നെ ഓന് എൻ്റെ വിവരങ്ങളൊക്കെ അറിയിക്കണ്ടല്ലോ, മൊബൈൽ ഷോപ്പ് തുടങ്ങിയതും പിന്നെ ഇനി സൗദിയിൽ പോകാൻ നിൽക്കുന്നതും ഒക്കെ എല്ലാം പറഞ്ഞ് സെറ്റാക്കി വെച്ചേക്കാണ് ഓള്. ഉമ്മ, നമ്മളോടൊരു വാക്ക് ചോദിക്കാതെ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? എന്നോടൊരു വാക്ക് ചോദിക്കാതെ അങ്ങനെ, അത് ശരിയല്ലല്ലോ. എനിക്ക് കൂടി സമ്മതമെന്ന് അറിയണ്ടേ? എന്നിട്ട് വേണ്ടേ ഫോട്ടോ ഷെയർ ചെയ്യലൊക്കെ? ഇതെന്ത് പരിപാടിയാ? അതെ, ഓൾക്കൊരു ചിന്താഗതി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഷാമോന് നല്ലതല്ലേ, ഷാമോൻ നല്ലതാവുമ്പോൾ ഒന്നുകൊണ്ട് ഓനെ നോക്കാം, ഒന്നും ഒരു നെഗറ്റീവായിട്ടും എനിക്കില്ലല്ലോ. അപ്പോൾ അത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ടേ ഓളണ്ട് ഉറപ്പിച്ചേക്കണേ. ആ കാര്യം പറഞ്ഞാൽ അതങ്ങോട്ട് സെറ്റാക്കും എന്നുള്ള ചിന്താഗതിയായിരിക്കും ഓൾക്ക്. ഉമ്മ, എന്ത് പണിയാണ് അവർ കാണിച്ചത്? എന്നോടൊരു വാക്ക് ചോദിക്കാതെ അല്ലെങ്കിൽ ഉമ്മയോടൊരു വാക്ക് ചോദിക്കാതെ ഇവരിതങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുമോ? എൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തത് ആരോട് ചോദിച്ചിട്ടാ? എന്നോടൊരു വാക്ക് പോലും ചോദിച്ചില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. മോനെ, ഞാനും അറിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയാണ് എന്നോടോട് പറയണ്ടേ. അത് അവളൊക്കെ അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ചു. പിന്നെ നവാസ് എന്നോട് പറഞ്ഞപ്പോഴാണ് അറിയണത്. ഷാമോൻ എപ്പോഴാണ് പകലൊഴിവുണ്ടാകുക, ഒന്ന് അവനോട് വരാൻ പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാടാ മോനെ? അത് ഒരു പെണ്ണ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഈ അല്ലെന്നാണ് ഞാൻ അന്വേഷിച്ചത്. പക്ഷേ അന്വേഷിച്ചു, അപ്പോഴേക്കും അവൾ പറഞ്ഞ് ഞാൻ ആദ്യം കണ്ടു വെച്ചിട്ടുണ്ട്, ഞങ്ങളോട് പറഞ്ഞില്ല, നിങ്ങൾക്ക് എന്തത് ഓർമ്മയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് കുറേ ചൂടായി. ആരെയാണ്? ആങ്ങളുടെ ഓളെ പഠിക്കുകയാണ്, നല്ല കുട്ടിയാണ്, നല്ല ഗ്ലാമറൊക്കെ ഉണ്ട് കാണാൻ. നമുക്കൊന്ന് പോയി നോക്കിയാലോ? അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഉമ്മാനോട് ചോദിച്ചത് ഓൻ എപ്പോഴാണ് വരിക എന്നുള്ള കാര്യം. അങ്ങനെ എന്നോട് നവാസ് പറഞ്ഞു. അപ്പോഴും ഞാൻ കാര്യമാക്കിയൊന്നുമില്ല. പിന്നെ കുടുംബത്തിൽ നിന്നുള്ള കല്യാണം അതൊന്നും തീരെ വേണ്ടാന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് അതിനോടൊന്നും വലിയൊരു താല്പര്യമൊന്നുമില്ല കേട്ടോ ഉമ്മ. എന്നിട്ട് നിങ്ങൾ എന്നോടത് പറഞ്ഞില്ലല്ലോ മോനെ. അതൊക്കെ ഒരു വെറും വാക്ക് പറഞ്ഞതല്ലെന്ന് വിചാരിച്ചു. അന്ന് നവാസിൻ്റെ റൂമിൽ, നവാസ്ക, നിങ്ങൾ ഇങ്ങനെ ചതിക്കാൻ പാടില്ലേനു കേട്ടോ. എന്താടി? ഞാൻ അത്രക്കും പറഞ്ഞ് മോഹിപ്പിച്ച് ഫോട്ടോ വരെ അയച്ചു കൊടുത്ത് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചതാണ്. ഇനിയിപ്പോൾ പുതിയാപ്പിളച്ചക്കൻ അങ്ങോട്ട് കാണാൻ പോയാൽ മതി, അതുള്ളായിരുന്നു. എന്തൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞത്? ഇനി പോലൊരു കള്ളിയാക്കിയില്ലേ? അല്ല, ഈ എന്ത് കരുതിയിട്ടാ ഈ എന്നെ അങ്ങോട്ട് ഉറപ്പിക്കലെങ്ങനെ എൻ്റെ കാര്യങ്ങൾ? എൻ്റെ ആങ്ങളുടെ കുട്ടിയെ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ ഒരിക്കലും ഈ മാത്രമല്ലല്ലോ ഉറപ്പിക്കുക, ജസ്റ്റ് എന്നോടത് സൂചിപ്പിക്കുക. അപ്പം നിങ്ങളോട് അന്ന് ഞാൻ പറഞ്ഞില്ലേ ഗൾഫിൽ നിന്ന്? എൻ്റെ വർത്താനൊക്കെ ഇപ്പോൾ ഫുള്ള് കാര്യമൊക്കെ എടുക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഉമ്മാനോടെങ്കിലും ഒന്ന് വിളിച്ചു പറയണ്ടേ?
പിന്നെ എന്നെക്കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കണ്ട കേട്ടോ. ഞാനേ അവിടുന്ന് തന്നെ എൻ്റെ മനസ്സിൽ ഷമ്മാസിൻ്റെ കല്യാണത്തിനെ കുറിച്ച് എൻ്റെ മനസ്സിൽ ഇതായിരുന്നു പ്ലാനിങ്. പിന്നെ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ പറയാമെന്നും വിചാരിച്ചതാണ്. ആയതിന് ഇത് മുൻകൂട്ടി പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോഴാണ് എന്താ ഒരു പെണ്ണിനായിട്ട് സെറ്റായി വന്നിക്കണേ, രണ്ടാം കെട്ടുകാരിയാണ്, അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞത്. എനിക്ക് ദേഷ്യം പിടിക്കണ്. ഞാൻ ഇപ്പോൾ എന്താ അവരോടൊക്കെ പറയാം. പിന്നെ നവാസ്ക, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, ഉമ്മാനോട് അത് പറഞ്ഞതാണ്. എന്ത്? ഈ ഒരു കല്യാണം എങ്ങാനും ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ, അതേ ആ രണ്ടാം കെട്ടുകാരനായിട്ട് ഇങ്ങോട്ട് കയറ്റിയിട്ടുണ്ടെങ്കിലേ ഞാൻ കല്യാണത്തിന് പങ്കെടുക്കൂല കേട്ടോ. ഞാനും എൻ്റെ കുട്ടികളും എൻ്റെ പെരക്കാരും വരൂല. നല്ലൊരു പത്തര മാറ്റ് മൊഞ്ചുള്ളൊരു പെൺകുട്ടി ഉണ്ട് ഇവിടെ, നല്ലോണം പഠിക്കണേ. എന്താ അവൾക്കൊരു ഭംഗിക്ക് കുറവുണ്ട്? നിങ്ങൾ കണ്ടിട്ടില്ല അവളെ? എന്ത് ഭംഗിയുണ്ടോ അവളെ കാണാൻ. ഓനക്കനുസരിച്ച് പെണ്ണാണ്. നിങ്ങൾ വിചാരം ഉണ്ടാവും നിങ്ങളെ അനിയന് ഭയങ്കര ഗ്ലാമറാണ്, ഓനക്കനുസരിച്ച് കിട്ടുന്ന പെൺകുട്ടികൾ രാജകുമാരിമാരായിരിക്കും, അങ്ങനെയൊക്കെയാണ്. ശരിയാണ്, നിങ്ങളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ഗ്ലാമർ ഷമ്മാസിന് തന്നെയാണ്. അതൊക്കെ സമ്മതിച്ചിരിക്കണേ ഞാൻ. അതുകൊണ്ട് തന്നെയല്ലേ എൻ്റെ ആങ്ങളുടെ മോൾക്ക് വേണ്ടി ഞാൻ കണ്ടുവച്ചതും. അത് പിന്നെ പറയാമെന്ന് വിചാരിച്ചതാണ്. എൻ്റെ മനസ്സിലതായിരുന്നു. പക്ഷേ ഞാനൊക്കെ ഷെയർ ചെയ്യണ്ടായിരുന്നു അവരോട്. ഓൻ്റെ ഫോട്ടോ വരെ ഞാൻ അയച്ചു കൊടുത്തു, ഓൻ്റെ പ്രൊഫൈലിൽ നിന്ന് എടുത്തിട്ട്. അല്ല ഫസിയെ, അത് ചെയ്യാൻ പാടുണ്ടോ? ഓനോടൊരു വാക്ക് ചോദിക്കാതെ ഓൻ്റെ ഫോട്ടോ ഒരു പെണ്ണിനെ അയച്ചു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ, പെണ്ണിന് മാത്രമല്ലേ പെരക്കാർക്ക് അയച്ചു കൊടുത്തത്, പെണ്ണിനെ അയച്ചു കൊടുത്തേക്കണേ. എന്നാലും ഒരു വാക്ക് ഓനോടും കൂടി ചോദിക്കണ്ടേ? ഒരു കല്യാണ ആവശ്യത്തിനാണ്, പെണ്ണിന് ചെക്കൻ്റെ ഫോട്ടോ കാണാനാണ്, അല്ലെങ്കിൽ വീട്ടുകാർക്ക് കാണാനാണെന്ന് പറഞ്ഞ് ജസ്റ്റ് ഓനോടൊന്ന് ചോദിച്ചോ? എന്താ ആദ്യം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഓനെന്തായാലും സമ്മതിക്കുമെന്ന് എനിക്കറിയായിരുന്നു. പിന്നല്ലേ ഈ ഒരു വണ്ടിയും വിലയൊക്കെ ഓനെ തലയിൽ കയറിക്കണത്. എന്തായാലും വേഗം കണ്ട് മനസ്സിനത് ഒഴിവാക്കാൻ പറയും. ഇനി ഉമ്മാനെ വിടുകയേ ചെയ്യരുത് ഓൻ്റെ കൂടെ ഒരു കാര്യത്തിനും, എന്നാലേ ഓൻ അനുസരിക്കുള്ളൂ. പിന്നെ ഇമ്മ പറഞ്ഞത് ഓൻ അനുസരിക്കുള്ളൂ, അതെനിക്കറിയാം. അതിൻ്റെ അപ്പുറം ചെയ്യൊന്നുമില്ല. ഇനി ഉമ്മാനെ കൊണ്ട് ഇത് പറയിപ്പിച്ചിട്ട് അത് റെഡിയാക്കി എടുക്കണം. ഓനെ മനസ്സിൽ ഇതൊക്കെയാണ് കളയാൻ പറയണം. ഫസിയെ, ഈ ഇങ്ങനെ എന്തിനാ ചൂടാവണത്? ഒന്ന് സാവധാനത്തിൽ എനിക്ക് പറഞ്ഞൂടെ? അതേ, ഓൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അതന്നെ നടക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതാണ് നന്നാകുക. ഇതിപ്പോൾ മനസ്സിൽ വേറൊരു പെൺകുട്ടിനെ, വിവാഹത്തിന് വേറൊരു പെൺകുട്ടിനെ ആക്കിയാൽ അതങ്ങനെ പൊരുത്തമുണ്ടാവുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതാണല്ലോ എപ്പോഴും നല്ലത്. അങ്ങനെ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ആയിക്കോട്ടെ, അതിനിപ്പോൾ എന്തിനാ ഞങ്ങളെല്ലാവരും കൂടി തടസ്സം നിൽക്കണത്? പിന്നെ എൻ്റെ ആങ്ങളുടെ കുട്ടി തന്നോ, ഓളെ മനസ്സിൽ ഞാരേ ഉണ്ടോ എന്തൊക്കെ എനിക്കറിയോ? പിന്നെ നവാസ്ക, എൻ്റെ ഭർത്താവാന്ന് നോക്കൂല കേട്ടോ, അനാവശ്യം പറയരുത് ഞങ്ങളുടെ കുടുംബത്തിനെ പറ്റി. അങ്ങനെ ഒരു ഇത് ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ലടി, ഞാൻ പറഞ്ഞു എന്ന് മാത്രം, അല്ലാതെ ഉണ്ടായിട്ടൊന്നുമില്ല. അത് നിങ്ങൾ അനിയനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് പറ്റണില്ലല്ലോ. ഓ, നിങ്ങൾ അനിയൻ എന്താ നല്ല കുട്ടി, നിങ്ങളമ്മ അങ്ങനെ തന്നെ. എൻ്റെ കുടുംബക്കാരെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് വേറെ ഒരു ഇതാണ്, പുച്ഛാണ്. പുച്ഛോ? ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിച്ചിട്ട് പോലുമില്ല. ഞാൻ പറഞ്ഞത് ഓൾക്ക് അങ്ങനെ വേറെ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവും, നമ്മളെ ഷാമോൻക്ക് ഇപ്പോൾ മനസ്സിൽ വിചാരിച്ച കുട്ടീനെ തന്നെ കെട്ടിച്ചു കൊടുക്കുക, അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കണ്ടില്ലേ, ഇങ്ങനെയാണ് കാരണന്മാർ. പിന്നെ എങ്ങനെ അനിയൻ നന്നാവോ? ഒരാളാണെങ്കിൽ അങ്ങനെ നാണക്കേട്. അത് അതിലേറെ. കെട്ടിയ ഒരുത്തിനെ ഒഴിവാക്കി പിന്നെ വേറൊരു ഒരുത്തിനെ കൊണ്ടുവന്നിക്കുക. ഇപ്പോൾ ഇതാ ചെറിയോനെ ഏത് കെട്ടിച്ച് ഒഴിവാക്കി വേറൊരു പെണ്ണിനെ. നിങ്ങൾക്കും കൂടി അങ്ങനെ ഉണ്ടായിക്കൂടെ? നിങ്ങളായിട്ടിപ്പോൾ എന്താ ഒഴിഞ്ഞെന്നോ? ഈ ഉണ്ടാവുമ്പോൾ എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഈ എന്നെ വരച്ച വരിയിൽ ഇവിടെ നിർത്തുന്നുണ്ടല്ലോ. ആ പിന്നെ കുറച്ചൊക്കെ വരച്ച വരിയിൽ നിർത്തണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിപ്പോവും. അല്ലെങ്കിൽ നിങ്ങളും എപ്പോഴോ കെട്ടി കൊടുത്തിട്ടുണ്ടാവും രണ്ടാമതൊക്കെ. നിങ്ങളെ കുടുംബത്തിൻ്റെ സ്വഭാവം അതാ തോന്നുന്നുണ്ട്. ഫസീല, ഈ അനാവശ്യം പറയരുത് കേട്ടോ. അന്നെ നാവിന് കുറച്ച് നീളേറെയാണ്. അന്നെ ഞാൻ അവിടെ അങ്ങനെ ഗൾഫിൽ റൂമിലിട്ട് പൂട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ ആകെ ഭരിക്കായിരിക്കും. വാ നമുക്ക് പോവാം, ഇവിടെ എന്നാൽ ശരിയാവില്ല, ഈ ഉമ്മാനെയും ഒക്കെ വെറുപ്പിക്കും ഇങ്ങനെയാണെങ്കിൽ ഓരോന്നും പറഞ്ഞിട്ട്. നവാസ്ക, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിലത്തത്, ഷമ്മാസിനെ കൊണ്ട് എൻ്റെ ആങ്ങളുടെ മോളെ കെട്ടിക്കണമെന്ന്. അത് നടന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, ഞാൻ ഇവിടുത്തെ ഒരു കല്യാണത്തിനും ഞാൻ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോയിക്കോളാം. പിന്നെ എന്താ വെച്ചാൽ കാട്ടിക്കോളി. പിന്നെ ഇനിയിപ്പോൾ നിങ്ങളും മറ്റുള്ളമാരി പെണ്ണെട്ടി കൂടണമെന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ ഏതെങ്കിലും പെണ്ണിനെയും കെട്ടി കൊടുത്തോളൂ, എനിക്കൊരു കുഴപ്പമില്ല. എനിക്കിപ്പോൾ എന്താ? ഫസീല, ഈ ഇങ്ങനെ ദേഷ്യം പിടിക്കല്ലേ. എന്തിനാണ്, എന്ത് കാര്യത്തിനാണ് ഈ ഇങ്ങനെ വാശിയും ദേഷ്യം പിടിക്കണേ? ഒരാളുടെ മനസ്സ് നമ്മൾ അറിയണം. ആ മനസ്സറിയാനുള്ള ഒരു ബോധമെങ്കിലും മിനിമം വേണ്ടേ? പിന്നെ ഇപ്പം എന്താ? നിങ്ങൾ അനിയൻ്റെ മനസ്സറിഞ്ഞു അവൻ്റെ ഇഷ്ടം പോലെ അങ്ങനെ ഇഷ്ടപ്പെട്ട് പെണ്ണുങ്ങളെ കെട്ടി കൊടുത്ത് അങ്ങനെ നിന്നോളൂ. അങ്ങനെ ആക്കം പോലെ അങ്ങനെ പോരെ കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം. അതിനേക്കാളും സുഖം അവിടെ ഉണ്ടാവും. എൻ്റെ വീട്ടിലെത്ര സുഖം. എൻ്റെ ആങ്ങളമാരെ വൈഫും കുട്ടികളും
ഒക്കെ ആയിട്ട് ഇങ്ങനെ. അതിനേക്കാൾ എനിക്ക് എത്ര സുഖമാണ് ഇവിടെ. ഒന്നുമില്ലെങ്കിൽ വെച്ച് വിളമ്പി തരാൻ അമ്മല്ല എനിക്ക്. അവിടെ ഉണ്ടോ? അവിടെ ഈ സ്വയം പോയി ഉണ്ടാക്കണ്ടേ? ഞാൻ ഉണ്ടാക്കലൊന്നുമില്ല. എന്താന്നില്ലേ, ഇനിയിപ്പോൾ അഥവാ ഉണ്ടാക്കിയില്ലെങ്കിൽ ഓർഡർ ചെയ്താണ് കഴിക്കും. അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളൂ. എനിക്കത് ശീലയിക്കണ്. ഗൾഫിൽ നിന്നാണെങ്കിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്ന് വരും. പിന്നെ ഉണ്ടാക്കി ശീലമൊന്നുമില്ലല്ലോ. ഇവിടെ ആയാലും ഇവിടെ അമ്മയും. എന്ത് സുഖം അവൾക്ക്. കുട്ടികൾ ഭക്ഷണം കഴിച്ചവരെ വൃത്തിയാക്കാതെ പോയിക്കണ പറയുന്നുണ്ട് ഉമ്മ ഒരു ദിവസം എന്നോട്. പിന്നെ നവാസ്ക കൂടുതൽ എന്നോട് പറയണ്ട കേട്ടോ. എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയായിട്ടാണ്. എൻ്റെ സ്വഭാവം എനിക്ക് കുറേ അറിഞ്ഞതാണ്. എന്നെ പേടിച്ചിട്ടൊന്നും ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. ഉമ്മയും ഷമ്മാസും ഓരോന്ന് സംസാരിച്ചു കൊണ്ട് താഴത്തെ റൂമിലിരിക്കുകയാണ്. മോനെ, അതുകൊണ്ടൊക്കെയാണെടാ ഞാൻ, അല്ലാതെ എനിക്ക് എൻ്റെ മോനോട് ഇഷ്ടമില്ലായിട്ടോ ഒന്നുമല്ല. പിന്നെ അവരെല്ലാവരും പറഞ്ഞ് ഇപ്പോൾ ഓന് നല്ല ഫ്രഷ് നല്ല പെൺകുട്ടികളെ കിട്ടൂലേ എന്നൊക്കെയാണ് പറയണത്. ഓനിപ്പോൾ എന്തിനാ അതിന് നിൽക്കണ്? അങ്ങനെ ഇങ്ങനെ ഇമ്മ പറഞ്ഞ അനുസരിക്കാത്ത മക്കളുണ്ടാവോ? അങ്ങനെ എനിക്ക് പറഞ്ഞ് എന്നെ ഒരുപാട് അവർ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കും. എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെങ്ങാനും ഇനി ഓൻ്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാനെന്താ ചെയ്യുക? ഉമ്മ, നിങ്ങൾ കരയല്ലേ? എൻ്റെ ഉമ്മാനെ നോക്കാനും എൻ്റെ ഉമ്മാനെ സന്തോഷിപ്പിക്കാനും എനിക്കറിയാം. അതിന് വേണ്ടി ഈ ഷമ്മാസ് എന്തിഷ്ടങ്ങളും മാറ്റിവെക്കാൻ റെഡിയാണ് എൻ്റെ ഉമ്മാക്ക് വേണ്ടി. സത്യം. ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഷമ്മാസ് വിതുമ്പി കരഞ്ഞു. മോനെ, എൻ്റെ മോൻ കരയല്ലേ? എൻ്റെ മോൻ കരയാൻ പാടില്ല. ഉമ്മ, ഞാൻ കിടക്കാൻ പോട്ടെ കേട്ടോ. മോനെ, എൻ്റെ മോൻ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ. ഉമ്മ, വേണ്ടമ്മ, ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കുടിച്ചിട്ടുണ്ട്, ഇപ്പം അത് മതി. മോനെ, കഴിക്കടാ, എൻ്റെ കുട്ടി കഴിക്കാതെ കിടക്കല്ലേ. ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഷമ്മാസദാ ഒരു ഹാഫ് ചപ്പാത്തി എടുത്ത് കഴിക്കുന്നു. ഉമ്മ, മതി മോനെ, നീ കഴിച്ചില്ല, 2 ചപ്പാത്തിയെങ്കിലും കഴിക്കാതെ എന്നതാ കുറച്ച് സാലഡ് കഴിക്ക്. ഷമ്മാസിന് സത്യം പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ജ്യേഷ്ഠന്മാരുടെയും വൈഫുമാരുടെയും ഒക്കെ അവരുടെയൊക്കെ ആ ഒരു വർത്താനം കേട്ടിട്ട് എൻ്റെ ഉമ്മ ആകെ എന്നെക്കുറിച്ച് എന്തൊക്കെയോ തെറ്റിദ്ധരിച്ച് വെച്ച പോലെയാണ് ഷമ്മാസിന് തോന്നിയത്. ഉമ്മ, മതി മോനെ, എൻ്റെ കുട്ടി ഭക്ഷണം കഴിക്കാതെ കിടന്നാൽ എനിക്ക് സമാധാനമില്ല. അത് സാരമില്ല ഉമ്മ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വേണമെങ്കിൽ കഴിച്ചോളാം. ശരി ഉമ്മ, അസ്സലാമു അലൈക്കും. ഷമ്മാസ് അതാ ബെഡ്റൂമിൽ കയറി വാതിലടച്ചു. അല്ലാ, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ സ്വപ്നങ്ങൾ അതെല്ലാം തകർന്നു പോവുകയാണല്ലോ. ഞാൻ എന്ത് ചെയ്യാം? എൻ്റെ മനസ്സിലേക്ക് വല്ലാതെ പതിഞ്ഞു പോയ ആ ഹിജാബി, അതെ, അവളെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. അവളെ മറക്കാൻ എനിക്ക് ആവുന്നില്ലല്ല. ഞാൻ എന്ത് ചെയ്യാം? വീട്ടുകാർ ഫുൾ എതിരാണ് എനിക്കെതിരെ. ഇപ്പോഴിതാ ഉമ്മാക്കും ഉമ്മയോടും അവരോരോന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മാക്കും വലിയൊരു താല്പര്യമില്ല ഇതിന്. എന്തൊക്കെ തന്നെയായാലും ഫസിത്ത് ചെയ്തത് വല്ലാത്ത മോശമായിപ്പോയി. ഫസിത്ത എൻ്റെ ഫോട്ടോ വരെ അവർക്ക് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ എന്ത് കണ്ടിട്ടാണ് അവർ എന്നോടൊരു വാക്കെങ്കിലും ചോദിക്കാതെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഇനിയൊരു പക്ഷേ അവരുടെ മുമ്പിൽ ഞാനൊരു ചതിയനായി മാറൂലേ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നോടൊരു വാക്ക് ചോദിക്കാതെയാണ് അവർ എന്നെക്കുറിച്ചുള്ള വിവാഹകാര്യം എല്ലാം ചർച്ച ചെയ്തത്. ഷമ്മാസിന് സങ്കടമായി. അവൻ പൊട്ടി പൊട്ടി കരഞ്ഞു. പഠിച്ചവനെ, അല്ലാ, എൻ്റെ മനസ്സിൽ ഒരു മുഖമുണ്ട്. അതെ, എൻ്റെ ജീവിതത്തിലേക്ക് അത് മതിയല്ല. എൻ്റെ ഉമ്മാക്ക് അത് സ്വീകരിക്കാനുള്ള മനസ്സ് നീ നൽകല്ല. ഷമ്മാസ് തൻ്റെ ഫോണ് എടുക്കട്ടെ എന്ന് വിചാരിച്ചു. വേണ്ട, ഹേയ്, എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഹിജാബി ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഞാൻ അറിയാതെ മെസ്സേജ് അയച്ചു പോകും. അയച്ചു കഴിഞ്ഞാൽ അവളോട് എന്ത് ഞാൻ പറയും? ആർക്കും സമ്മതമില്ലാത്ത ഈ ഒരു ബന്ധം എങ്ങനെ മുന്നോട്ട് ഞാൻ കൊണ്ടുപോകും? മനസ്സിൽ സൂക്ഷിച്ചു വെക്കാം, അതല്ലാതെ ഒരു നിവൃത്തിയുമില്ല. വിവാഹമെന്ന സ്വപ്നം തൽക്കാലം ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിവാഹം എന്ന സ്വപ്നം എനിക്ക് യാഥാർത്ഥ്യമാകണമെങ്കിൽ അതാ ഹിജാബിയെ വേണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒന്നും ഞാൻ ചിന്തിക്കുന്നേയില്ല. ഷമ്മാസ് സങ്കടപ്പെടുകയാണ്. അതെ, ഇന്ന് അവൾ ബസ്സിൽ കയറി പോയപ്പോൾ എനിക്ക് എൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അവൾ എന്നെ തിരിഞ്ഞു നോക്കിയിരുന്നു ശരിക്കും. അതെ,
അവളുടെ കണ്ണുകൾ എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ആ കണ്ണുകൾ, ആ മനോഹരമായ കണ്ണുകൾ, ഒരുപാട് കഥകൾ എന്നോട് അവൾക്ക് പറയുവാനുണ്ട്. സത്യമായിട്ടും അതെല്ലാം ഞാൻ കേട്ടേ തീരൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ. ഷമ്മാസ് ലൈറ്റ് ഓഫ് ചെയ്തു. അതാ ആ ഫോൺ ഷമ്മാസ് കയ്യിലെടുക്കുന്നു. അല്ലാ, ഞാൻ എന്ത് ചെയ്യും? വെറുതെ ഫോൺ ലോക്ക് തുറന്നു. വാട്സപ്പ് എടുക്കുവാനേ കഴിയുന്നില്ല. ഒരുപാട് മെസ്സേജുകൾ വന്ന് കിടപ്പുണ്ട്. അതാരുടെയൊക്കെയാവോ. എന്തായാലും ഹിജാബിയുടെ ആ പേജൊന്ന് ഓപ്പൺ ആക്കട്ടെ എന്നവൻ കരുതി. വേണോ, ഞാൻ അവളെ ചതിക്കൂലേ? ചതിക്കുന്നവനാവില്ലേ ഞാൻ? അത് ശരിയാണോ? ഹേയ്, ഇല്ല, ഷമ്മാസ് ഒരിക്കലും ആരെയും ചതിക്കില്ല. ചതിക്കുവാൻ വേണ്ടി ഷമ്മാസ് ആരെയും സ്നേഹിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ചതിക്കും? ഇപ്പോഴല്ലെങ്കിലും എൻ്റെ ഉമ്മയുടെ സമ്മതം എന്ന് കിട്ടുന്നോ അതുവരെ ഈ ഷമ്മാസ് കാത്തിരിക്കും അവൾക്ക് വേണ്ടി. അതുവരെ ഷമ്മാസ് കല്യാണം കഴിക്കുന്നില്ല. എൻ്റെ ഉമ്മയുടെ സമ്മതം, അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ഹിജാബിയുടെ ആ ഒരു പേജ് ഓൺ ചെയ്തു. ഓൺലൈൻ, അതെ, അവൾ ഓൺലൈനിലുണ്ട്. ഞാൻ എന്ത് പറയും? ഒരു പക്ഷേ അവൾ കാത്തിരിക്കുകയാവും എൻ്റെ ഒരു മെസ്സേജിന് വേണ്ടിയിട്ട്. അവളുടെ മനസ്സിലുള്ളതെല്ലാം എന്നോട് തുറന്ന് പറയുകയാണെങ്കിലോ, എനിക്ക് എൻ്റെ മനസ്സിലുള്ളതും തുറന്ന് പറയാം. ഷമ്മാസ് അതാ മെസ്സേജ് അയക്കുന്നു. ഹായ്. റീപ്ലേക്ക് വേണ്ടി ഷമ്മാസ് കാത്തിരിക്കുന്നു. തിരിച്ചുമതാ അവൾ മെസ്സേജ് അയക്കുന്നു. ടൈപ്പിംഗ് എന്തോ എഴുതുന്നുണ്ട്. ഹായ്. തിരിച്ചും ഷമ്മാസ് വീണ്ടും മെസ്സേജ് അയച്ചു. സുഖമല്ലേ? അൽഹംദുലില്ലാ, സുഖം. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ ദാ ഇവിടെ എത്തിയതേ ഉള്ളൂ. ഷമ്മാസ് ആ ചോദ്യം വീണ്ടും ചോദിക്കട്ടെ എന്ന് കരുതി, എന്നെ ഇഷ്ടമാണോ എന്നുള്ള. പക്ഷേ വേണ്ട, അത് ഞാൻ ചോദിക്കുന്നില്ല. അതൊരു പക്ഷേ ചോദിച്ചു കഴിഞ്ഞാൽ അവളതിനെ റീപ്ലൈ ചെയ്ത് യെസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു പക്ഷേ അവളെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനൊരു ചതിയനായി പോകും. അതുകൊണ്ടൊരിക്കലും ഞാനത് ചോദിക്കുന്നില്ല. അവളൊരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ ഇന്ന് എന്തെങ്കിലുമൊക്കെ പറയുവാൻ വേണ്ടിയിട്ട്. പഠിച്ചോനെ, എന്താ ചെയ്യുക? ഷമ്മാസ് വീണ്ടും മെസ്സേജ് അയച്ചു. ഹിജാബി. ഹിജാബിക്ക് എന്നോടൊന്നും ചോദിക്കാനില്ലേ? ഹേയ്, ഇല്ല. ഷമ്മാസ് ചോദിക്കട്ടെ എന്ന് വിചാരിച്ചു. എൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണോ? ഷമ്മാസ് അത് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നു. അപ്പോഴാണ് ഷമ്മാസ് ഓർത്തത്, ഇല്ല, വീട്ടുകാരുടെ എല്ലാവരുടെയും അവഗണന, അതൊരിക്കലും എനിക്ക് സാധ്യമാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, അവരെയെല്ലാം തൃപ്തിപ്പെടുത്തിക്കൊണ്ട്. പക്ഷേ എൻ്റെ ഉമ്മയുടെ സമ്മതം മാത്രം മതി എനിക്ക്. ഉമ്മയെ ഒന്ന് സമ്മതിപ്പിക്കണം, എന്നിട്ടാവാം ആ ഒരു ചോദ്യം. ഷമ്മാസ് ഫുഡ് കഴിച്ചോ? അതാണ് നുസൈബയുടെ അടുത്ത മെസ്സേജ്. ആ, കഴിച്ചു ഹിജാബി. എന്താ കഴിച്ചത്? ഞാൻ ചപ്പാത്തി കഴിച്ചു. ഡയറ്റിങ്ങിലാണോ? ഹേ, അത് അങ്ങനെ അങ്ങ് ശീലമായിപ്പോയി. ഷമ്മാസ്, ഷിഫ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞോ എന്നെക്കുറിച്ച്? ഷിഫ, അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങൾ. എന്നാലും എന്താ പറഞ്ഞത്? അത് അവൾ പറഞ്ഞത് നിന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. എന്നാലും എന്താ പറയുമോ എന്നോട് പറഞ്ഞത്? എന്നോട് അവൾ പറഞ്ഞത് നിനക്ക് പറ്റിയൊരു പെണ്ണാണ് ഹിജാബി എന്നാണ് ഷിഫ എന്നോട് പറഞ്ഞത്. അതല്ല ഷമ്മാസ്, വേറെ വല്ലതും, എൻ്റെ ജീവിതത്തെക്കുറിച്ച് വല്ലതും പറഞ്ഞോ? ഷമ്മാസ് എന്ത് ചെയ്യണം, എന്ത് പറയണം, എന്തെഴുതണം എന്നറിയാതെ ഒരു നിമിഷം പരുങ്ങി. വേണ്ട, അവളൊരു രണ്ടാം വിവാഹിത ആകാൻ പോകുന്ന പെണ്ണാണ് എന്നുള്ള കാര്യം തൽക്കാലം പറയണ്ട, അത് മോശമാണ്.
ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ലല്ലോ. ആ ഹിജാബി, എന്നോട് അവൾ പറഞ്ഞു അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. പഠിച്ചോനെ, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഹിജാബി, പിന്നെ നീ പറഞ്ഞിട്ടില്ലേ? ഷിഫ എന്നോട് പറഞ്ഞല്ലോ. സത്യമായിട്ടും ഷമ്മാസ്, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്കത് പറയാൻ ധൈര്യമില്ല. അതെന്താ മോളെ ധൈര്യമില്ലാത്തത്? അതെ, എനിക്ക് പേടിയാണ്. എൻ്റെ ജീവിതം നിങ്ങൾ വിചാരിച്ചതുപോലെ ഒന്നുമല്ല. പിന്നെ എന്താ, നിങ്ങളുടെ ജീവിതം എല്ലാവരെയും പോലെ അല്ലാതെ? അല്ല ഷമ്മാസ്, ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ ആദ്യമേ നിങ്ങളോട് പറയാം ഒരു കാര്യം. നിങ്ങളൊരിക്കലും വിചാരിച്ച വ്യക്തിയല്ല ഞാൻ. നിങ്ങൾക്ക് പറ്റിയ ആളെയല്ല ഞാൻ. സത്യമായിട്ടും ഒരിക്കലും എൻ്റെ ജീവിതകഥ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ചാറ്റ് ചെയ്യുമായിരുന്നില്ല. എന്നോടൊന്നും ചോദിക്കുമായിരുന്നില്ല. ഒന്നും പറയുമായിരുന്നില്ല. എന്നെ നിങ്ങൾ മൈൻഡ് ചെയ്യുമായിരുന്നില്ല. ഹേ ഹിജാബി, അതൊക്കെ നിൻ്റെ തോന്നലാണ്. അങ്ങനെയൊന്നല്ല. ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ അതവരുടെ ജീവിതം കണ്ടിട്ടാണോ ഇഷ്ടപ്പെടുന്നത്? ഒരിക്കലും അല്ല. ഓരോരുത്തരോട് ഓരോ സ്നേഹം തോന്നുന്നത് അല്ലെങ്കിൽ ഇഷ്ടം തോന്നുന്നത് ഒരിക്കലും അവരുടെ ജീവിതമോ ചുറ്റുപാടോ ഒന്നും നോക്കിയിട്ടില്ല. മനസ്സിൽ ഒരിഷ്ടം, ഹൃദയത്തിൽ ഒരു സ്നേഹം, അത് ഓരോരുത്തരോട് തോന്നുന്ന ഓരോ ആകർഷണീയതയാണ്. അല്ലാതെ ഒരിക്കലും ഒന്ന് കണ്ടിട്ടുമല്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ അത് മനസ്സിനുള്ളിലുള്ളതാണ്. എന്നാലും ഷമ്മാസ്, എന്നോട് തോന്നാനുള്ള കാര്യം സത്യം പറയാലോ. ഞാൻ ആദ്യം എന്നോട് എൻ്റെ കാര്യം പറയാം. എനിക്ക് നിന്നോടൊരിഷ്ടം തോന്നാനുള്ള കാരണം എന്താണെന്ന് ഞാൻ തുറന്നു പറയാം. പറയൂ ഷമ്മാസ്. നിങ്ങൾ ഒരിക്കലും എൻ്റെ അവസ്ഥകൾ അറിയില്ല കേട്ടോ. അവസ്ഥകൾ അറിഞ്ഞിട്ടല്ല നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. അതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഉപേക്ഷിക്കും, അതെനിക്കറിയാം. ഹേ ഹിജാബി, ഞാൻ പറഞ്ഞല്ലോ നിൻ്റെ അവസ്ഥ കണ്ടിട്ടോ ഒന്നുമല്ല. ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത് ആദ്യ കാര്യം ഞാൻ പറയാലോ. കോളേജിൽ ഒരുപാട് കുട്ടികൾ അതാ വരുന്നു. എൻ്റെ ഷോപ്പിന് മുമ്പിൽ ബസ് ഇറങ്ങുന്നു. അതെ, ഒരുപാട് കുട്ടികളുണ്ട്. ഷമ്മാസ്, ഞാൻ എപ്പോഴും വിചാരിക്കും ഞങ്ങളെ കോളേജിൽ എത്ര സുന്ദരികളുണ്ട്. അവരോടൊന്നും ഈ ഒരു ഇഷ്ടം പറയാതെ എന്നോട് പറയാൻ എന്താ കാരണമെന്ന്. അതെ, ഞാൻ പറയാം ഹിജാബി. ഒരുപാട് കുട്ടികൾ ഇഷ്ടം പോലെ ഇഷ്ടപ്പെട്ട വെറൈറ്റി ഐറ്റംസുള്ള ഡ്രസ്സെല്ലാം ധരിച്ച് ഫാഷൻ്റെ ലോകത്ത് ജീവിക്കുന്ന ഒരുപാട് കുട്ടികൾ. പക്ഷേ അതിനിടയിൽ ഞാനൊരു കാഴ്ച കണ്ടു. ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഓർമ്മയുണ്ടോ? എൻ്റെ മൊബൈൽ ഷോപ്പ് ഉദ്ഘാടനത്തിന് വേണ്ടി ഞാൻ വിളിക്കാൻ വന്ന ദിവസം ഓർമ്മയുണ്ടോ? സത്യം പറഞ്ഞാൽ അന്നെല്ലാം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എൻ്റെ ശ്രദ്ധയിലത് പെട്ടിരുന്നു. ഒരുപാട് കുട്ടികൾ ഷോപ്പിലേക്ക് കയറി വരുമ്പോൾ, ഷോപ്പിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ, ബസ്സിൽ നിന്ന് ഇറങ്ങി കോളേജിലേക്ക് പോകുമ്പോൾ, അത്രക്കും ഫാഷൻ്റെ ലോകത്ത് ജീവിക്കുന്ന കുട്ടികൾക്കിടയിൽ അതാ ഒരു ഹിജാബ് ധരിച്ച പെൺകുട്ടി. അതാണ് എൻ്റെ മനസ്സിൽ കയറി പറ്റിയത്. ഹിജാബ് ധരിച്ച ആ ഒരു പെൺകുട്ടി. അപ്പോൾ ഷമ്മാസ്, എന്നെ ഹിജാബ് ധരിച്ച എന്നെ ഇഷ്ടപ്പെടാൻ കാരണം എന്നെയല്ലല്ലോ അപ്പോൾ അല്ലേ? നിന്നെ അല്ലെന്നാര് പറഞ്ഞു? ഹിജാബ് ധരിച്ച പെൺകുട്ടിയെയാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. ഹിജാബ് മാത്രമല്ല, ഹിജാബ് ധരിച്ച പെൺകുട്ടിയെ. ആ ഒരു പെൺകുട്ടിയാണ് എൻ്റെ മനസ്സിലേക്ക് വല്ലാതെ അങ്ങോട്ട് ആഴ്ന്നു പോയത്. പലവട്ടം കാണുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നീ അതൊന്നും അറിയുന്നില്ല. നീ അപ്പോഴെല്ലാം മാറിപ്പോകും. ഷിഫയുടെ പിന്നിലായിരിക്കും എപ്പോഴും നീ വരിക. ഒരിക്കലും മുന്നിലേക്ക് ഓപ്പണായി നീ വന്നിട്ടില്ല. മറ്റു കുട്ടികളെല്ലാം ഉറക്കെ സംസാരിച്ച് ഓരോന്ന് പറഞ്ഞ് ചിരിക്കുമ്പോൾ നിന്നിലുള്ള അച്ചടക്കം അത് ഞാൻ ശ്രദ്ധിക്കും. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെ, നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു കുലീനതയായി തോന്നും. സത്യമായിട്ടും അതൊക്കെയാണ് നിന്നോടുള്ള ഒരു മുഹബത്ത് ഉണ്ടാവാൻ കാരണം ഹിജാബി. ഹിജാബിയോടുള്ള ആ ഒരു മുഹബത്ത് ഇതാ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഇനി ആ ഒരു സ്ഥാനത്തേക്ക്, ഈ ഒരു മനസ്സിലേക്ക് മറ്റൊരു പെണ്ണിനെ ഓർക്കാൻ കൂടി എനിക്ക് കഴിയുന്നില്ല. സത്യമായിട്ടും അതങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഹിജാബി, ഇനി എന്താണ് നിനക്ക് പറയാനുള്ളത്? നിനക്ക് പറയാനുള്ളതെല്ലാം എന്നോട് നീ തുറന്നു പറയണം. നിൻ്റെ മനസ്സിലുള്ളതെല്ലാം
എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ദാ കാതോർത്ത് ഇരിക്കാൻ ഞാനിവിടെയുണ്ട്. നിന്നെ എല്ലാം കേൾക്കാൻ ഞാൻ തയ്യാറാണ്. ഇൻഷാ അല്ലാ. ഷമ്മാസിൻ്റെ വാക്കുകൾ കേട്ട് നുസൈബക്ക് വല്ലാതെ സന്തോഷമായിപ്പോയി. പഠിച്ചോനെ, എന്നെ അറിയാൻ, എന്നെക്കുറിച്ച് ചോദിക്കാൻ, എൻ്റെ വിഷമങ്ങൾ ചോദിച്ചറിയാൻ ഒരാളുണ്ടെന്നോ ഈ ഭൂമിയിൽ? ഞാൻ കേൾക്കുന്നത് സത്യമാണോ പഠിച്ചോനെ? അല്ലാ ഹൈറാക്കണേ തമ്പുരാനെ.